സൈലം SSC RRB. അപ്പൊ ഇന്നലെ വൈകുന്നേരം നമ്മുടെ CGLന്റെ Tier 1 റിസൾട്ട്സ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എല്ലാവരും Tier 1 റിസൾട്ട്സ് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ Tier 1 ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. നന്നായിട്ട് പഠിക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നന്നായിട്ട് പഠിച്ച Tier 2 എഴുതുക കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഭയങ്കര വിഷമത്തോടെ നോക്കിക്കണ്ട ഒരു കാര്യമായിരുന്നു കട്ട് ഓഫ് അല്ലേ? വളരെ ഉയർന്ന കട്ട് ഓഫ് ആണ് ഇപ്രാവശ്യം നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് 153 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. EWS ആണെങ്കിൽ 142 ആണ്, OBC 146 ആണ്, SC ST കാൻഡിഡേറ്റ്സ് 126 ആണ് കട്ട് ഓഫ്, ST ആണെങ്കിൽ 111 ആണ് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ വളരെ ഉയർന്ന കട്ട് ഓഫ് ആണ്. 153 ആണ് ജനറലിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് കട്ട് ഓഫ് നല്ലോണം ടൈറ്റായി ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതും അത്രയും നന്നായിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ Tier 1 ക്വാളിഫൈഡ് ആയില്ലല്ലോ, വളരെ ചെറിയ മാർക്കിന് ഇത് പോയല്ലോ എന്ന് വിഷമിച്ച് ഭയങ്കര ബുദ്ധിമുട്ടിയിരിക്കുന്ന ആസ്പിറൻസിന് വീണ്ടും ഒരു സർപ്രൈസ് ആയിട്ടാണ് നമ്മുടെ SSC ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി തന്നെ 2025-26 2025-26 ഇയറിലെ കലണ്ടർ കൂടി SSC പുറത്തു വിട്ടിട്ടുണ്ട്. അതിലെ ഡേറ്റുകൾ കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾ എയിം ചെയ്യുന്ന എക്സാമിന് കറക്റ്റ് ആയി പ്രിപ്പയർ ചെയ്യുക. ഇപ്പൊ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമുകൾ നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ലെവൽ ടെസ്റ്റുകൾ ഞാൻ പറയുന്നില്ല, കലണ്ടർ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ നമ്മുടെ CGL എക്സാം Tier 1 എക്സ്പെക്ട് ചെയ്യുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് Tier 1 എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ CHSLലേക്ക് പോവുകയാണെങ്കിൽ CHSL എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് CHSL നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് MTS എക്സാമിലേക്ക് പോവുകയാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ജൂനിയർ എഞ്ചിനീയർ എക്സാം ഒക്ടോബർ നവംബറിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ GD എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. അപ്പൊ നമ്മുടെ CGL എക്സാമിന് ജൂൺ ജൂലൈ മാസത്തിലാണ് നമുക്ക് CGL എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ കൃത്യമായി നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു മാസം, അതായത് നമ്മുടെ അടുത്ത വർഷം ജനുവരി തുടങ്ങാറായി. അപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഏകദേശം 6-7 മാസങ്ങളിലുള്ളിൽ അടുത്ത നമ്മുടെ CGL CBT 1 നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ആരും വിഷമിക്കേണ്ട. ഇനിയുള്ള ഈ 6 മാസം നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ CGLൽ നിങ്ങൾക്ക് എവിടെയാണോ പിഴച്ചത്, അല്ലെങ്കിൽ CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെയാണോ പിഴച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് വന്ന തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ തെറ്റുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്രാവശ്യത്തും ഈ ഒരു 6 മാസം അത് നികത്തിക്കൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കുക കേട്ടോ. എല്ലാവരും ഈ ഒരു മിഷനിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി ഞങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സൈലം SSC RRB 2025-26 വർഷത്തേക്കുള്ള എക്സാമിന് വേണ്ടി സ്ട്രക്ചർ ചെയ്തിട്ടുള്ള കോഴ്സാണ് SSC റെഗുലർ പൈനിയേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ലൈവായിട്ടും ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ഏകദേശം 8,999 ആണ് ബാച്ച് ഫീസ് എന്ന് പറയുന്നത്. CGL, CHSL, MTS, GD, CPO മുതലായ SSCയുടെ അണ്ടറിൽ വരുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരൊറ്റ ആൻസർ ആണ് നമ്മുടെ SSC റെഗുലർ പൈനിയേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഇനിയും ജോയിൻ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നതാണ്? ഇനിയും ജോയിൻ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസും അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ ലൈവ് സെഷൻസ് ഇപ്പോഴും റണ്ണിങ് ആണ്. ഓക്കെ, അപ്പൊ മെല്ലെ പഠിച്ച് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് ഓടിയെടുക്കാൻ പറ്റും. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസും ലൈവ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. അപ്പൊ 8,999 ആണ് ബാച്ച് ഫീ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ സൈലം SSC ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ബാച്ച് ആണ് SSC റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അതായത് ഈ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടില്ല, ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുന്നേ ഞാനൊരു ഹിന്റ് തരുവാണ്. നമ്മുടെ SSC എക്സാമുകൾക്ക് വളരെ ചെറിയ മാർക്കിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്രാവശ്യത്തെ അവസരം നഷ്ടമായതെങ്കിൽ കൃത്യമായ ഒരു ബേസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ബാച്ചാണ് SSC റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. ഇതിൽ SSC കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാമുകൾക്കുമുള്ള കംപ്ലീറ്റ് കോച്ചിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ബേസ് ടു അഡ്വാൻസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്സിംഗ് ആണ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മിസ്സിംഗ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ, നന്നായിട്ട് പഠിക്കുക. ഉടനെ തന്നെ നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും.
ഇനിയിപ്പോൾ റെയിൽവേ എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമ്മുടെ സൈലം SSC NTPC ഓഫ്ലൈൻ ബാച്ചിന്റെ സെക്കൻഡ് ബാച്ചിൽ അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 12,000 ആണ് ബാച്ച് ഫീ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് പഠിക്കേണ്ടതെങ്കിൽ നമ്മുടെ NTPC 2.0 ബാച്ച് ഇപ്പോഴും റണ്ണിംഗ് ആണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. NTPC 2.0 ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്രാവശ്യത്തെ NTPC എക്സാമിന് നന്നായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പൊ SSC കലണ്ടർ നന്നായിട്ട് നോക്കുക. ഇനി നമുക്ക് വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ അടുത്ത എക്സാംസ് വരുന്നതാണെന്നുള്ള കാര്യം നന്നായി ഓർത്ത് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്രാവശ്യം ജോലി നിങ്ങൾക്കുള്ളതാവണം, നിങ്ങൾ നേടിയെടുക്കണം. അതിന് കൃത്യമായ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ സൈലം SSC RRBയിലുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. നമ്മുടെ കോഴ്സുകളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്ത CBT 1 എക്സാമുകളിലേക്ക്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.